കഴിഞ്ഞ 2 ഭാഗം ഞങ്ങൾ ലണ്ടൻ നഗരത്തിൽ ചുറ്റിത്തിരിയുകയായിരുന്നുവല്ലോ. ഇന്നല്പം അകലേക്ക് പോകാം എന്ന് തീരുമാനിച്ചു. ലണ്ടൻ പട്ടണത്തിൽ നിന്നും തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്കാണ് യാത്ര. 1-2 സ്ഥലങ്ങൾ കാണണം. ഒരു വശത്തേക്ക് മാത്രം 250 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ ഇന്ന് 500 കിലോമീറ്ററോളം ഡ്രൈവിംഗ് ഉണ്ട്. ചേട്ടനോടൊപ്പമാണ് പോകുന്നത്. വിച്ചുവിൻ്റെയും എൻ്റെയും കയ്യിൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. എങ്കിലും ഞങ്ങൾക്ക് ചേട്ടൻ്റെ കാറ് ഓടിക്കാൻ പറ്റില്ല. അതിന് വേറെ ഇൻഷുറൻസും മറ്റും വേണ്ടി വരും. റെൻ്റൽ കാർ എടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് സ്വന്തമായി ഓടിക്കാൻ പറ്റുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു ദീർഘയാത്ര കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ പദ്ധതിയിട്ടിട്ടുണ്ട്. ചേട്ടന് പിന്നെ ഇത്തരം യാത്രകൾ പുത്തരിയല്ല. നാട്ടിൽ നിന്നും ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ വന്നാൽ അവരെയെല്ലാം കൊണ്ട് UK ആകമാനം കറങ്ങുക എന്നത് പുള്ളി സ്ഥിരമായി ചെയ്യുന്ന കാര്യമാണ്. നാട്ടിലുള്ള എൻ്റെ 2 സഹോദരന്മാർ UK-യിൽ സന്ദർശനത്തിനെത്തി മടങ്ങിയിട്ട് അധികകാലം ആയിട്ടില്ല. ഞങ്ങൾ ആദ്യമായി എത്തിയത് സ്റ്റോൺഹെഞ്ച് ഉള്ള പ്രദേശത്താണ്. ലണ്ടനിൽ നിന്നും ഏകദേശം 150 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. ഇംഗ്ലണ്ടിൻ്റെ ചരിത്രാതീതകാല നീക്കിയിരിപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്റ്റോൺഹെഞ്ച്. നവീന ശിലായുഗകാലത്തുയർത്തിയ വൃത്താകൃതിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കൂറ്റൻ ശിലാഖണ്ഡങ്ങളാണ് സ്റ്റോൺഹെഞ്ച്. അതിവിസ്തൃതമായ സമതല പ്രദേശത്തെ പുൽമേട്ടിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഈ കൽനിർമ്മിതി. കാറിൽ വരുമ്പോൾ വളരെ ദൂരം നിന്ന് തന്നെ നമുക്കത് കാണാം. കാർ പാർക്കും ടിക്കറ്റ് ലഭിക്കുന്ന സ്ഥലവും ഒക്കെ അല്പം അകലെയായാണുള്ളത്. അവിടെ നിന്നും അവരുടെ വക ബസ്സിലാണ് സ്റ്റോൺഹെഞ്ചിനടുത്തേക്ക് കൊണ്ടുപോകുക. വേണമെങ്കിൽ നടന്നും പോകാം. 10-20 മിനിറ്റ് കൊണ്ട് നടന്നെത്താവുന്ന ദൂരം. സ്റ്റോൺഹെഞ്ചുകളുടെ നിർമ്മാണം BC 3100 മുതൽ BC 1600 വരെ വിവിധ കാലങ്ങളിലാണ് നടന്നിട്ടുള്ളത്. എങ്കിലും ഇവിടുത്തെ പ്രധാന നിർമ്മിതികൾ നടന്നിട്ടുള്ളത് 2600 BC മുതൽ 2400 BC വരെയുള്ള കാലഘട്ടത്തിലാണ്. നീക്കിയിരുപ്പുകളൊന്നും ബാക്കിയില്ലാതെ നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യ സംസ്കാരത്തിൻ്റെ ഓർമ്മത്തെറ്റുപോലെയാണ് ഈ കൽത്തൂണുകൾ ഇവിടെ നിൽക്കുന്നത്. ഏത് മനുഷ്യ സംസ്കൃതിയാണ് ഇത് നിർമ്മിച്ചത് എന്നറിയില്ല എന്നതിനാൽ തന്നെ എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്ന കാര്യവും ഏറെക്കുറെ അജ്ഞാതമായിരിക്കുന്നു. ചരിത്രാതീത കാലത്തെ ഇത്തരം നിർമ്മിതികളെക്കുറിച്ചൊക്കെ പലതരം നിഗമനങ്ങളിലേക്ക് പുരാവസ്തു ഗവേഷകരും ചരിത്രകാരന്മാരും എത്തിച്ചേരാറുണ്ട്. ശവസംസ്കാര കേന്ദ്രം, മതപരമായ ആചാരങ്ങൾ നടന്നിരിക്കാവുന്ന ഇടം, ജ്യോതിശാസ്ത്ര സംബന്ധിയായ എന്തോ ആവശ്യത്തിനായി ഉണ്ടാക്കിയത് എന്നൊക്കെ പൊതുവായുള്ള കാര്യങ്ങളാണ് സ്റ്റോൺഹെഞ്ചിൻ്റെ കാര്യത്തിലും അവർ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഇംഗ്ലണ്ടിലെ ഏറ്റവും പുരാതനമായ ഒരു നിർമ്മിതിയാണ് സ്റ്റോൺഹെഞ്ച്. അതാണ് ഇതിൻ്റെ മൂല്യം. സ്റ്റോൺഹെഞ്ച് ഉള്ള പ്രദേശത്ത് നിന്നും തെക്കോട്ട് പോവുകയാണ് ഞങ്ങളിപ്പോൾ. ഒരു തീരപ്രദേശത്തേക്ക്, ഇംഗ്ലീഷ് ചാനലിൻ്റെ കരയിലുള്ള ഡഡിൽ ഡോർ എന്ന സ്ഥലത്തേക്ക്. സ്റ്റോൺഹെഞ്ചിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ ദൂരമുണ്ട് ഡഡിൽ ഡോറിലേക്ക്. ലണ്ടൻ പട്ടണത്തിൽ നിന്നും നേരിട്ട് വരികയാണെങ്കിൽ 200 കിലോമീറ്ററിലധികം ദൂരമുണ്ട് അവിടേക്ക്. കൃഷിയിടങ്ങൾ നിറഞ്ഞ സമതല ഭൂമിയിലൂടെയാണ് യാത്ര. ഒരു ക്ലിഫ് പ്രദേശമാണ് ഡഡിൽ ഡോർ. നമ്മുടെ വർക്കല പോലെ. വർക്കല ചെമ്മണൽ കുന്നാണെങ്കിൽ ഇവിടെ ചുണ്ണാമ്പ് പാറക്കുന്നാണ്. ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത് കടലിനോട് ചേർന്ന് കാണുന്ന പാറകളുടെ ചില സവിശേഷ രൂപമാണ്. കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഇറക്കമിറങ്ങി ഏറെ ദൂരം നടക്കേണ്ടതുണ്ട് ക്ലിഫിൻ്റെ വക്കിലെത്താൻ. കാണുമ്പോൾ ലളിതമാണെന്ന് തോന്നുമെങ്കിലും ചരൽക്കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ നടന്നിറങ്ങുക അല്പം ആയാസകരമാണ്. തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ് നടത്തത്തെ പ്രയാസമുള്ളതാക്കുന്നത്. എങ്കിലും കടലും ക്ലിഫും ചേരുന്ന മനോഹരമായ പ്രകൃതി ആ പ്രയാസത്തെ അപ്രസക്തമാക്കും. ഞങ്ങൾ എത്തിയ നേരം സൂര്യൻ നമ്മളെ അഭിമുഖീകരിച്ചുകൊണ്ട് ആയതിനാൽ കാഴ്ചയുടെ മുഴുവൻ പൊലിമ കിട്ടിയില്ല. വൈകുന്നേരം വന്നാൽ ഗംഭീരമായ പ്രകൃതി വിന്യാസം ആസ്വദിക്കുകയും അത്രയും മനോഹരമായ ചിത്രങ്ങൾ എടുക്കുകയും ചെയ്യാം. കടലിൽ ഒരു കവാടം പോലെ കാണുന്ന ഒരു പാറയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ക്ലിഫിന് മുകളിൽ നിന്ന് കാണുമ്പോൾ അത് മനോഹരമായ കാഴ്ചയാണ്. കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും
കടലിൽ ഇത്തരം റോക്ക് ഫോർമേഷനുകൾ ഉള്ളതായി അറിയാം, വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷേ അത്തരം ഒരു പ്രകൃതി പ്രതിഭാസം ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ക്ലിഫിൻ്റെ മുകളിൽ നിന്നും ബീച്ചിലേക്ക് ഇറങ്ങാനും വഴിയുണ്ട്. വിച്ചുവും മാളവും താഴേക്ക് ഇറങ്ങിപ്പോയി. ഞങ്ങൾ ക്ലിഫിൽ അവിടുത്തെ കാഴ്ചകൾ കണ്ടിരുന്നതേ ഉള്ളൂ. ടൂറിസ്റ്റുകൾ അധികമായി എത്തുന്ന സ്ഥലമാണ് എന്ന് കാണാം. ഇംഗ്ലണ്ടിലെ ടൂറിസ്റ്റ് ഇടങ്ങളിൽ ഏഷ്യക്കാരുടെ ബാഹുല്യം വളരെ പ്രകടമാണ്. രാജ്യത്തിന് പുറത്തുനിന്ന് വരുന്നവരാവണം എന്നില്ല. UK-യിൽ സ്ഥിരതാമസം ആക്കിയവരാവാം. എൻ്റെ അടുത്ത കുടുംബ വൃത്തത്തിനുള്ളിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ UK-യിൽ സ്ഥിരവാസികളാണ്. നേരെ മുന്നിൽ കാണുന്നത് ഇംഗ്ലീഷ് ചാനലാണ്. ഇംഗ്ലീഷ് ചാനൽ UK-ക്കും ഫ്രാൻസിനും ഇടയ്ക്കുള്ള ഒരു കടലിടുക്കാണ്. അറ്റ്ലാന്റിക്കിനെയും ഉത്തരസമുദ്രത്തെയും യോജിപ്പിച്ചുകൊണ്ട് കിടക്കുന്ന കടലിടുക്ക്. കടലിടുക്ക് എന്ന് പറയാമെങ്കിലും വളരെ വീതി കുറഞ്ഞ സമുദ്രഭാഗമല്ല. കരിങ്കടലിനെയും മർമരാക്കടലിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് വർത്തിക്കുന്ന ബോസ്ഫറസ് കടലിടുക്ക് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഒരു നദി പോലെയാണ്. എന്നാൽ ഇംഗ്ലീഷ് ചാനൽ വിസ്തൃതമായ ഒരു സമുദ്രം പോലെ തന്നെയാണ് കാണപ്പെടുക. ഇവിടെ അടുത്ത് പൂൾ എന്ന സ്ഥലത്താണ് മറ്റൊരു ചേട്ടൻ്റെ മകളുടെ ഭർത്താവ് താമസിക്കുന്നത്. അയാളെയും പോയി കണ്ട് അല്പസമയം പങ്കുവച്ചു. മാളുവിന് അടുത്ത ദിവസം ജോലിക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ അവൾ ഞങ്ങളോടൊപ്പം ക്രോയ്ഡണിലേക്ക് മടങ്ങിയില്ല. ഇവിടെ അടുത്തുള്ള ബോൺമൗത്ത് എന്ന സ്ഥലത്തു നിന്നും ട്രെയിനിൽ കയറി കൊവൻട്രിയിലേക്ക് മടങ്ങി. ഞങ്ങൾ 4 പേരും തിരിച്ച് ചേട്ടൻ്റെ വീട്ടിലേക്ക്. ബോൺമൗത്തിൽ നിന്നും ഏകദേശം 200 കിലോമീറ്റർ ദൂരമുണ്ട് ക്രോയ്ഡണിലേക്ക്. അടുത്ത ദിവസം ഞങ്ങൾ ലണ്ടൻ പട്ടണത്തിൽ തന്നെയുള്ള ക്യൂ ഗാർഡൻസ് സന്ദർശിച്ചു. നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, സിനി പൂന്തോട്ടങ്ങളുടെയും ഉദ്യാനങ്ങളുടെയും ആളാണ്. ഈ യാത്രാ സീരീസ് തുടങ്ങിയത് തന്നെ തെംസിൻ്റെ കരയിലുള്ള ബാറ്റർസി പാർക്കിൻ്റെ കാഴ്ചകളിലാണല്ലോ. തെംസ് നദിയുടെ തീരത്ത് തന്നെയുള്ള മറ്റൊരു വിസ്തൃതമായ ഉദ്യാനമാണ് ക്യൂ ഗാർഡൻസ്. ഇതിൻ്റെ ശരിക്കുള്ള പേര് റോയൽ ബൊട്ടാണിക് ഗാർഡൻസ് ക്യൂ എന്നാണ്. ഇതിന് ചെറിയ ഒരു പൂന്തോട്ടം എന്ന് പറയാനാവില്ല. വിശാലമായി കിടക്കുന്ന ഒരു സസ്യോദ്യാനമാണ് ഇത്. പലതരം മരങ്ങളും ചെടികളും ഒക്കെ സംരക്ഷിച്ച് വളർത്തുന്ന ഒരു സ്ഥലം. സസ്യലതാദികളുടെയും കൂൺവർഗത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വൈവിധ്യവും വൈപുല്യവുമുള്ള ഉദ്യാനങ്ങളിൽ ഒന്നാണ് ക്യൂ ഗാർഡൻസ്. തിരുവനന്തപുരം ജില്ലയിൽ പാലോടുള്ള ബൊട്ടാണിക് ഗാർഡൻ ഞാൻ ഓർത്തു. ഒരുപക്ഷെ ക്യൂ ഗാർഡൻസിൻ്റെ അത്ര വലിപ്പമുണ്ടാവില്ലായിരിക്കും അതിന്. എങ്കിലും പൊന്മുടി മലയുടെ താഴ്വാരത്തിലുള്ള ആ സ്ഥലം ട്രോപ്പിക്കൽ മരങ്ങളുടെയും ചെടികളുടെയും ഒരു പറുദീസ തന്നെയാണ്. നമ്മുടെ സസ്യസമ്പത്തിൽ താൽപ്പര്യമുള്ളവർ പോയി കാണേണ്ട ഒരിടമാണ് പാലോടുള്ള ഉദ്യാനം. ക്യൂ ഗാർഡൻ സന്ദർശിക്കാൻ ഞങ്ങളുടെ ഒപ്പം ജെറിയുമുണ്ട്. ബന്ധുവും കൂട്ടുകാരനും നാട്ടുകാരനുമാണ് ജെറി. നാട്ടിൽ ഒന്നിച്ച് ക്രിക്കറ്റ് കളിച്ചും സിനിമ കണ്ടും വായനശാല നടത്തിയും ഒക്കെ നടന്ന യൗവനാരംഭം ഞങ്ങൾക്കുണ്ട്. ഗൾഫ് ജീവിതം തുടങ്ങുന്ന കാലത്ത് കുവൈറ്റിലും കുറച്ച് വർഷങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അയാളുടെ മകനിപ്പോൾ ലണ്ടൻ നിവാസിയാണ്. മകനെ കാണാൻ ലണ്ടനിൽ എത്തിയതാണ് ജെറി. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വച്ചും കണ്ടുമുട്ടിയിരിക്കുന്നത്. മക്കൾ അവരുടെ സ്വന്തം നിലയ്ക്ക് ജീവിക്കുന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുക എന്നത് നമ്മൾ നടന്നെത്തിയ ദൂരവും നമ്മളുടെ പ്രായവും സമൂർത്തമാവുന്ന സന്ദർഭം കൂടിയാണ്. ഉദ്യാനത്തിൽ ഒരു ഇലവേറ്റഡ് വോക്ക് വേ ഉണ്ട്. മരങ്ങളുടെ മുകൾ ഭാഗം നടന്നു കാണാനാവുന്ന ഒരു നടപ്പാതയാണ്. പക്ഷേ ഇപ്പോൾ ശൈത്യകാലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. വസന്തം എത്തിയിട്ടില്ല. അതിനാൽ പല മരങ്ങളും ഇല കൊഴിഞ്ഞാണ് കാണപ്പെടുന്നത്. അതിനാൽ തന്നെ ഉദ്യാനത്തെ അതിൻ്റെ മുഴുവൻ പകിട്ടിൽ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ഇലകളാണല്ലോ ഒരു മരത്തിൻ്റെ സത്തയും വൈവിധ്യവും ആവിഷ്കരിക്കുന്നത്. ഇലയില്ലാത്ത മരം അസ്ഥിപഞ്ജരത്തെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഉദ്യാനത്തിൽ മാത്രമല്ല, ഈ ഇലയില്ലായ്മയുടെ സൗന്ദര്യക്കുറവ് ഇംഗ്ലണ്ടിലെ പ്രകൃതിയിൽ മുഴുവൻ അനുഭവിച്ചു ഈ യാത്രയിൽ. 1 മാസം കൂടി കഴിയണമത്രേ മരങ്ങളിലെല്ലാം പുത്തൻ ഇലകൾ വരാൻ. ക്യൂ ഗാർഡൻസ് അതിവിസ്തൃതമായ ഒരു ഉദ്യാനമാണ്. നന്നായി നടക്കാൻ തയ്യാറായി കൂടി വേണം ഈ ഉദ്യാനം മുഴുവൻ കാണാൻ വേണ്ടി എത്താൻ. പൂന്തോട്ടം പോലുള്ള ഒരു ഭാഗം ഇവിടെ ഉണ്ട്. പക്ഷേ ഇതൊരു പൂന്തോട്ടമല്ല, ഇതൊരു സസ്യോദ്യാനമാണ്. വൃക്ഷലതാദികളുടെ വൈവിധ്യത്തിൽ താൽപ്പര്യമുള്ളവർ വേണം ഇവിടേക്ക് വരാൻ. ടിക്കറ്റ് എടുത്ത് പ്രവേശിക്കേണ്ട ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ് ഇവിടം.
ക്യൂ ഗാർഡൻസ് ഒരു ഉദ്യാനം മാത്രമല്ല, ഒരു റിസർച്ച് സെൻറ്റർ കൂടിയാണ്. 50,000-ഓളം സ്പീഷീസിൽപ്പെട്ട സസ്യങ്ങൾ ഇവിടെ ഉണ്ടത്രേ. അതുകൂടാതെ അതിവിപുലമായ ഒരു ലൈബ്രറിയും. സസ്യശാസ്ത്ര സംബന്ധിയായ ജ്ഞാനത്തിൻ്റെ ഒരു പഠന കേന്ദ്രം കൂടിയാണ് ഇവിടം. ഞങ്ങളെപ്പോലുള്ള അനിതര സാധാരണക്കാരായ സഞ്ചാരികൾ വന്നു കണ്ട് മടങ്ങുന്ന ലളിതമായ ഉപയോഗം മാത്രമല്ല ഈ ഉദ്യാനത്തിനുള്ളത് എന്ന് ചുരുക്കം. ഈ എപ്പിസോഡിൽ പ്രധാനമായും ഇംഗ്ലണ്ടിൻ്റെ തെക്ക് പടിഞ്ഞാറൻ തീരത്തുള്ള ദേശങ്ങളിലേക്കാണ് പോയത്. സ്റ്റോൺഹെഞ്ചും ഡേർഡിൽഡോറും കണ്ടു. ഇംഗ്ലീഷ് ചാനൽ കണ്ടു. അടുത്ത ഭാഗത്ത് ഞങ്ങൾ എതിർദിശയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, തെക്ക് കിഴക്കൻ ഭാഗത്തേക്ക്. അവിടെയുള്ള ഇംഗ്ലീഷ് ചാനൽ തീരഭാഗത്തേക്ക്.